ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴയകാല രുചിക്കൂട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. പയറിയില തോരനാണ്. നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ അമ്മമാരൊക്കെ എങ്ങനെയാണോ ഈ പയറിയില തോരൻ ഉണ്ടാക്കിയിരുന്നത് ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ആകെ 4 മരട് പയറുകളിലോട്ട് ചട്ടി നമുക്ക് കൃഷിഭവനിൽ കിട്ടിയിരുന്ന തൈയായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി വന്നപ്പം എനിക്കിപ്പോൾ കുറേ കാലമായിട്ട് ആഗ്രഹമാണ് പയറില കഴിക്കാൻ കേട്ടോ. കുട്ടിക്കാലത്ത് കഴിച്ചതാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മൾ ഈ 3 ഇല ഉണ്ടാവുമല്ലോ, ഇന്ന് 2 ഇല അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ കായ വല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു 4 കായായിട്ട് ഇതിമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ പയർ. അപ്പം പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു, പിന്നെ ആരോ പറഞ്ഞതാണെന്ന് പറഞ്ഞു, ഇല നുള്ളി കൊടുത്താലേ പയറുണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ അപ്പോൾ 3 ഇലയിൽ നിന്ന് 2 ഇല അങ്ങനെ നുള്ളിയെടുക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ നുള്ളിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നമ്മൾ പയറിൻ്റെ തളിരിയിലാണ് എടുക്കേണ്ടത്, പക്ഷേ ഇതിൽ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മൂത്തതൊക്കെ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കാന്താരി മുളകും എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ യൂട്യൂബൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ നോക്കുമ്പോൾ അത് നമ്മൾ പണ്ട് കാലത്ത് വെക്കുന്ന രീതിയിലല്ലേ ഇപ്പോഴൊന്നും വെക്കുന്നത്. അപ്പം ഞാനേതായാലും നമ്മൾ പണ്ട് നമ്മളെ അമ്മമാരും വലിയമ്മമാരൊക്കെ ഉണ്ടാക്കി കാണിച്ച ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. നമ്മളിതേ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പയറില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ശീലം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാനും തോന്നുക കേട്ടോ. ഞാൻ ഈ വീഡിയോയിലൊക്കെ കണ്ടു, പിന്നെ അധികവും ഞാൻ നോക്കി. അപ്പോൾ അതിലൊന്നും പിന്നെ ഈ തിളപ്പിച്ചൂറ്റി ഉണ്ടാക്കിയതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിട്ടുള്ളത് ഈ തിളപ്പിച്ചൂറ്റി അതിൻ്റെ കെട്ടിറക്കുക എന്ന് പറയാം. അങ്ങനെ കെട്ട് അറുത്തിട്ടൊക്കെയാണ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് കെട്ടറുത്തതിന് ശേഷം നമ്മൾ തോരനാക്കി വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് തിളച്ചിട്ട് നമുക്ക് ഊറ്റി അതിൻ്റെ കെട്ടൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് കെട്ടൊക്കെ അറുത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ. പിന്നെ തിളപ്പിച്ചൂറ്റിയാൽ അതിൻ്റെ ഔഷധമൊക്കെ പോകും എന്നൊക്കെയാണ് പറയാം സാധാരണ. അപ്പം നമ്മൾ ചിലത് കട്ടുള്ളത് നമ്മൾ അമ്മമാർക്കൊക്കെ അവർക്കറിയാം. അതിന് കട്ടുള്ള സാധനമൊക്കെ അവർ പണ്ടേ അറിയും. കപ്പയ്ക്ക് കട്ടുണ്ടായിരുന്നു, കപ്പക്ക് പിന്നെയാണ് കപ്പയിൽ പിന്നെന്താ സയനൈഡിൻ്റെ അംശം ഉണ്ടെന്നൊക്കെ, വിഷാംശം അതിൽ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പിന്നെയാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പയറിലയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പിന്നെ അറിയുന്നവർ പറയാം കേട്ടോ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ തിളപ്പിച്ചൂറ്റാണോന്ന് അതും അറിയില്ല. ഏതായാലും നമുക്ക് ഇത് കഴിച്ച് ശീലമുള്ളത് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അങ്ങനെ നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റിൻ്റെ അടുത്ത് ഒരു 1.5 മിനിറ്റ് തിളച്ചിട്ടുള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. നമുക്കിതൊരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റാം. നമ്മളിത് ചൂടാറിയിട്ടാണ്, ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം അത്യാവശ്യം കുറച്ച് ചൂട് വേണ്ട, സഹിക്കാൻ പറ്റുന്ന അത്ര ചൂട് വേണം. എന്നിട്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കാം. കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ എത്ര ഉണ്ടാക്കിയാൽ കുറച്ച് നേരം ഉള്ളൂ. ഇനി ആകെ 4 മരട് പയറേ ഉള്ളായിരുന്നു കേട്ടോ. നമുക്കിതിൻ്റെ കെട്ട് എന്താ, ഇതിന് കെട്ട് എന്ന് പറയാം കേട്ടോ. ഇതിൻ്റെ കെട്ടിറക്കുക എന്ന് പറയും. അത് നമുക്കിങ്ങനെ ചിക്കി പരത്തിയെടുക്കണം കേട്ടോ. ഒരിക്കലും ഒരു കട്ട പിടിച്ച് നിൽക്കാൻ പാടില്ല, ശരിക്കും ചിക്കി പരത്തിയെടുക്കണേ. അതേ നമ്മളിത് ചിക്കി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി, ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളക്, കുറച്ച് തേങ്ങ, ഇത് നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനേക്കാളേറെ തേങ്ങ ആയിരിക്കും, എന്താ ചെയ്യില്ല കുറവല്ലേ. നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ തോരൻ വെളിച്ചെണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണ ചേർക്കാതെ ഉണ്ടാക്കും, പക്ഷേ ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് നുള്ള കടുക് നമുക്കിതിലേക്ക് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പിന്നെ ഇലയും തേങ്ങ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി, അധികമായി പോകണ്ട കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലതുപോലെ ഇളക്കിയെടുത്താൽ മതി, അധികം വേവാനൊന്നുമില്ല. നമ്മൾ തിളപ്പിച്ച് ഊറ്റിയതുകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ടു കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ 2 മിനിറ്റ് സമയം നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പയറിലൊക്കെ വീട്ടിലുള്ളവർ ഒരു ദിവസം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. തിളപ്പിച്ച് ഊറ്റിയിട്ട് ഉണ്ടാക്കി നോക്കുക. തിളപ്പിച്ച് ഊറ്റാതെ നമ്മൾ സാധാരണ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ടേസ്റ്റിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും.
എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലൊരു ദിവസം ഉമ്മ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ മുന്നേ അപ്പോൾ എൻ്റെ ആങ്ങള പിന്നെ പറഞ്ഞു തിളപ്പിച്ച് ഊറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് അവന് വേറെ രീതിയിൽ ഉണ്ടാക്കിച്ചു. പക്ഷെ ഉമ്മ തിളപ്പിച്ചിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് പറഞ്ഞ് തിളപ്പിച്ച് ഊറ്റിയിട്ട് ഉമ്മ ഉണ്ടാക്കി. പക്ഷെ അവനുണ്ടാക്കിയത് ആരും കഴിച്ചില്ല, വേറെ ടേസ്റ്റ്. ഉമ്മച്ചുണ്ടാക്കിയ ഭയങ്കര ഡിമാൻഡ്, നല്ല ടേസ്റ്റ് തിളപ്പിച്ച് ഊറ്റിയതിന്. അപ്പോൾ അവൻ പറഞ്ഞു ഇതിൻ്റെ ഔഷധമൊക്കെ പോഷകമൊക്കെ പോവല്ലേ, അങ്ങനെ തിളപ്പിച്ച് ഊറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് അവന് വേറെ രീതിയിൽ എനിക്ക് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് തിളപ്പിച്ച് ഊറ്റാതെ ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ ഉണ്ടാക്കി നോക്കുമ്പോൾ അവന് ഉണ്ടാക്കിയത് തീരെ വായിൽ കൊള്ളാൻ പറ്റാത്ത രീതിയിലും ഉമ്മച്ചുണ്ടാക്കി ഭയങ്കര ടേസ്റ്റും. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ, ഇറക്കി വെക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പയറില തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ. അങ്ങനെ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല പയറിലയും കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തക്കാളി താളിപ്പും പയറിൻ്റെ തോരനും ചോറും ബീഫ് വരട്ടിയതുമാണ്, ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.